ഹലോ ഡിയർ ഫ്രണ്ട്സ്, മലബാർ സ്പെഷ്യലായ കല്ലുമക്കായയുടെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊരു കല്ലുമക്കായയുടെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കില്ലേ വീഡിയോയ്ക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ തുടങ്ങാം അല്ലേ. കല്ലുമക്കായയുടെ ഉണ്ടാക്കുമ്പോൾ 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം. ഒന്ന് അതിൻ്റെ ക്ലീനിങ്, സാധാരണ നമ്മൾ കഴുകിയെടുക്കും പോലെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് കഴുകിയെടുക്കണം. കാരണം അതിൽ മണ്ണും ചളിയും പൊടിയും ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഇന്നലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. നന്നായി കഴുകി ക്ലീൻ ചെയ്തിട്ട് ഒരു പാത്രത്തിൻ്റെ വക്കിൽ ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിൽ നീര് ഉണ്ടെങ്കിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ അരിമാവിലേക്ക് കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള പരിപാടി എന്താ നോക്കാം. അരമുറി തേങ്ങ ആവശ്യമുണ്ട് നമുക്ക്. അപ്പം ഞാനിതാ അതെല്ലാം കൊത്തി ചിരകി ഒന്ന് റെഡിയാക്കി വെക്കുന്ന ആദ്യം തന്നെ. ഗ്രൈൻഡറിലാണ് ഞാൻ തേങ്ങ ചിരകി എടുക്കാറുള്ളത്. അപ്പോൾ അരമുറി മാത്രമല്ല, ഒരു 2-3 തേങ്ങ ഒന്നിച്ച് ചിരകി വെക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഗ്രൈൻഡറിൽ ഏകദേശം ഒരു അരമുറി മാത്രം ആവശ്യമുള്ളത് വെച്ചിട്ട് ബാക്കിയൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നു. ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്ത തേങ്ങ കിട്ടുകയാണെങ്കിൽ അതന്നെ യൂസ് ചെയ്യാം. ഒരു അരമുറി തേങ്ങ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് ആവശ്യമായിട്ടുള്ളതാ ഇളം ചൂടുവെള്ളത്തിൽ ഏകദേശം 8 മണിക്കൂർ പുതിർത്തി വെച്ചിട്ടുള്ള മട്ട റൈസാണിത്. വൈറ്റ് റൈസ് ആയാലും പൊന്നി റൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ മട്ട റൈസാണ് യൂസ് ചെയ്യാറുള്ളത്. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ നാട്ടിൽ നെയ്പ്പത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഏരിയയാണ്. അപ്പോൾ ഇതിലേക്കൊരു വലിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിടി കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഗ്രൈൻഡറിൽ നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഇതിൽ തേങ്ങ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല കട്ടിയായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. നമ്മൾ നെയ്പ്പത്തിലിനൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിന്. അരി അരഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ ചേർക്കുന്നത് ഇവിടെ കല്ലുമ്മക്കായൻ്റെ നീര് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമാണെങ്കിൽ മാത്രം വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ടൈറ്റായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ചെറിയൊരു തെരുതെരിപ്പ് വേണം നെയ്പ്പത്തിൻ്റെ അതേ ഒരു പരുവത്തിൽ. അപ്പോൾ നെയ്പ്പത്തിൻ്റെ വീഡിയോ ഒരുപാട് പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റെസിപ്പി. അപ്പോൾ ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ നീര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ കുറച്ച് ഇട്ടിട്ട് അരച്ചിട്ടുള്ളത്. ഗ്രൈൻഡർ ഇല്ലാത്തവരാണെങ്കിൽ ഈ സംഭവം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. പക്ഷേ ഗ്രൈൻഡറിൽ അത്രയും ടൈറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം കുറച്ച് ഒന്ന് ലൂസായിട്ട് അരച്ചെടുത്തിട്ട് നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരിപ്പൊടി ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുത്താൽ മതി. പറയാൻ വിട്ടുപോയതാണ്, ഒരു ചെറിയ ഉള്ളീൻ്റെ പകുതി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അരിമാവിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് അങ്ങ് ടൈറ്റ് ആവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. നമുക്കിങ്ങനെ ഒരു കയ്യിൽ ഉണ്ട പിടിക്കാൻ പറ്റുന്ന പാകത്തിനാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒത്തിരി ടൈറ്റായിട്ടൊന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ട് ഒന്ന് മയപ്പെടുത്തിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഓരോ കല്ലുമ്മക്കായാലും ഈ ഒരു മാവ് നിറച്ച് കൊടുക്കലാണ്. ഷെല്ല് ഏകദേശം ഒരു പകുതിയിലധികം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാം. എന്നിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ ഉണ്ട പിടിക്കുക. നമ്മൾ കായടക്കൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ കുറച്ച് നീട്ടിയിട്ടാണ് ഉണ്ട പിടിക്കേണ്ടത് കൈ കൊണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഒരുപാടങ്ങ് ടൈറ്റാക്കി പിടിക്കണ്ട, കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ ഉണ്ട പിടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഷെല്ലിൽ വെച്ച് കൊടുക്കുക. ഷെല്ലിൽ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുത്തി നിറക്കാൻ പാടില്ല. കാരണം ഇത് ആവിയിൽ വേവാനുള്ളതാണ്. കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ അകം വെന്ത് കിട്ടൂല. അപ്പോൾ ആ ഒരു പ്രാവശ്യം ഉണ്ട പിടിക്കുക, ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്യാം. പ്രസ് ചെയ്യാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മാത്രം മതി. എല്ലാ കല്ലുമ്മക്കായിലും നമുക്കിങ്ങനെ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. എനിക്ക് കിട്ടിയ മസിൽസ് ഇതാ കുറച്ചധികം തന്നെ വലുതാണ്. അപ്പോൾ ഏകദേശം ഒരു 7 എണ്ണ ഉള്ളത് നമ്പർ. അപ്പോൾ അതിന് ഈ മാവ് കണക്കായിട്ടുണ്ട്. പിന്നെ കുറച്ച് മാവ് അധികം വന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ജസ്റ്റ് ഉണ്ട പിടിച്ചിട്ട് അതും ഇതിൻ്റെ കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. എല്ലാ കല്ലുമ്മക്കായ ഇവിടെ നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, മാവ് ഞാൻ ഈ ഷെല്ലിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടില്ല. ഏകദേശം ഒരു 90% കുറച്ചൊന്ന് സ്പേസ് അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് കൊള്ളുന്നുണ്ടായിരുന്നില്ല വലുതായത് കാരണം. അപ്പം ഞാനൊരു 4 പീസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഏകദേശം ഒരു 20 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആവിയിൽ വേവിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറിയിട്ട് വേണം ഇത് പുറത്തെടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിത് ഷെല്ലിൽ നോക്കിയാൽ മനസ്സിലാവും, ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ടാവും ആ ഒരു ഷെല്ലിൽ നിന്ന്. അതാണ് ഇതിൻ്റെ ഒരു വെന്തോന്ന് മനസ്സിലാക്കാനുള്ളൊരു ട്രിക്ക്. അപ്പോൾ ഇതൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് വേവിച്ചെടുക്കട്ടെ. അത് അപ്പുറത്തെ ഫ്ലെയിമിൽ ഞാൻ നെയ്പ്പത്തിലും കൂടി ചുടുന്നുണ്ട്. അപ്പോൾ കല്ലുമ്മക്കായൻ്റെ അതേ ഒരു അരിമാവൊക്കെ ആയതുകൊണ്ട് മിക്കവാറും കല്ലുമ്മക്കായ ഉണ്ടാക്കുമ്പം നെയ്പ്പത്തിലും കൂടി അങ്ങ് ഉണ്ടാക്കും. അപ്പോൾ രണ്ടും ഒന്നിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഞാൻ ബാക്കിയുള്ള കല്ലുമ്മക്കായും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ട് അത് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇനി ഇത് ഷെല്ലിൽ നിന്നൊന്ന് വിടുവിച്ചെടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ഇളകിയിട്ടുണ്ടാവും. ആ ഒരു ഷെല്ല് ഒന്ന് 2 പീസാക്കുക. എന്നിട്ട് ആ ഒരു പീസ് കൊണ്ട് തന്നെ നമുക്ക് മറ്റതിങ്ങനെ ചുരണ്ടി എടുത്തിട്ട് അടത്തി മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. എല്ലാ കല്ലുമ്മക്കായും ഇങ്ങനെ ഷെല്ലിന്ന് മാറ്റിയെടുത്ത് വെക്കാം. അവസാനമായിട്ട് നമുക്ക് ഈ ഒരു കല്ലുമ്മക്കായി ഒന്ന് പൊരിച്ചെടുക്കണം, ഈ അട. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കാം. ഒരുപാടങ്ങ് കട്ടിയാവണ്ട, ഒരു ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് വേണം ആക്കാൻ വേണ്ടിയിട്ട്. എല്ലാം മസാല തേച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഒരു ഫ്രൈ പാനിൽ വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ കല്ലുമ്മക്കായ വെച്ചിട്ട് എല്ലാ ഭാഗവും അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവുന്നത് വരെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. മാക്സിമം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ആ മുളകിൻ്റെ ഒക്കെ ഒരു പച്ച മണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളെ കല്ലുമ്മക്കായ അടവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? കല്ലുമ്മക്കായ എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതേ ഉണ്ടാവുള്ളൂ, പക്ഷേ അതിൻ്റെ അരിമാവിനാന്ന് കുറച്ച് വലുതായിട്ടുണ്ടായാൽ അരിമാവിനാന്ന് ടേസ്റ്റും കൂടുതൽ. നമ്മൾ അതിൻ്റെ നീരൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഇതുവരെ കല്ലുമ്മക്കായ ഉണ്ടാക്കി നോക്കാത്തവർ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.